ഇപ്പം നേരം വെളുത്തതേ ഉള്ളൂ. ഇപ്പോഴായിട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീറ്റ ഉടനെ നേരെ പോകുന്നത് ആടിൻ്റെ കൂട്ടിലോട്ടാണ്. കണ്ടോ, ഞാൻ രാത്രി ലൈറ്റ് ഇട്ടേക്കും. എല്ലാവരും ഗർഭിണികളായിട്ട് നിൽക്കുകയല്ലേ, പക്ഷേ എല്ലാ ദിവസവും ചെന്ന് നോക്കിയാലും ഒരു മാറ്റവും ഇല്ല. ഈ സീരിയലിലേക്ക് പോലെ നിത്യഗർഭിണികളായിട്ട് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. അതേ കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. ഇനി എന്നാണോ എന്തോ ഇച്ചിരി ആട്ടുംപാൽ കുടിക്കാമെന്ന് വിചാരിച്ചാൽ ഇവളുമാർ സമ്മതിക്കത്തില്ല. പിന്നെ ഇന്നിനി ഒരു പണിയുണ്ട് എനിക്ക്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ട്രീ എടുത്തുകൊണ്ട് പോയി ആടിനിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് ഞങ്ങളൊരു ഫാമിൽ പോയി വെട്ടിയെടുത്ത ട്രീ ആണ്. വെറുതെ കമ്പോസ്റ്റിൽ കളയണ്ടല്ലോ, അവർ തിന്നോട്ടെ. പക്ഷേ എന്നെ കൊത്താനായിട്ട് നിൽക്കുന്ന ഈ ഭീകരനെ കടന്നു വേണ്ടേ ഞാൻ ആട്ടിൻ്റെ കൂട്ടിലോട്ട് പോകാൻ. അതുകൊണ്ട് ഈ ടർക്കി ആദ്യം കോഴിയുടെ കൂട്ടിൽ അടച്ചിട്ട് വേണം എനിക്ക് ഇതും കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ എൻ്റെ പുറകേ നിന്ന് നടന്ന് കൊത്തും. ഒരു ഭീകരനാണ്. എന്തിനാണോ എന്തോ എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം. ഈ മഞ്ഞുകാലത്ത് അവർക്ക് പച്ചപ്പുല്ലൊന്നും ഒരിടത്തു നിന്നും കിട്ടില്ലല്ലോ. നമ്മൾ ഉണങ്ങിയ പുല്ലല്ലേ എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ഈ പച്ച ഇലയൊക്കെ കാണുമ്പം അവർക്കൊരു എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ടാവും. ഈ വെള്ളം മാത്രം കണ്ടിങ്ങനെ ബോറടിച്ച് നിൽക്കുകയല്ലേ. ഇനിയൊരു പച്ചപ്പൊക്കെ കാണാനായിട്ട് സ്പ്രിങ് ആവണം. അതിനൊരു 2-3 മാസം കൂടി എടുക്കും. അതുവരെ ഇതൊക്കെ ഇങ്ങനെ കടിച്ചും പറിച്ചുമൊക്കെ ഇങ്ങനെ നിൽക്കും. വലിയ ഇഷ്ടമൊന്നുമില്ല ഇത് തിന്നാൻ. എന്നാലും കുറേ നാളായില്ലേ ഈ പച്ചപ്പൊക്കെ കണ്ടിട്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ട്രീ ഞാനൊരു ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവർ മരുന്നൊക്കെ ഒന്നും അടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. ഈ ഇലയിൽ നിന്നൊക്കെയുള്ള ഫൈബറൊക്കെ കിട്ടുമല്ലോ. കുറച്ച് കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.